CPM-ൽ ചേരാൻ ശ്രമിച്ചെന്ന നന്ദകുമാറിന്റെ ആരോപണം അർഹിക്കുന്ന അവഗണനയോടെ തള്ളുന്നുവെന്ന് ശോഭാ സുരേന്ദ്രൻ. 3 തവണ EP ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് താൻ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ദേശീയ തലത്തിൽ നിന്ന് കിട്ടിയ നിർദ്ദേശപ്രകാരമാണ് EP ജയരാജനുമായുള്ള ചർച്ച കോൺഫിഡൻഷ്യലായി മുന്നോട്ട് കൊണ്ടുപോയത്. രാമനിലയത്തിൽ വെച്ച് കണ്ടത് EP ജയരാജന്റെ താല്പര്യപ്രകാരമാണ്. EP ജയരാജൻ പറഞ്ഞിട്ട് തന്നെയാണ് ദേശീയ തലത്തിലുള്ള നേതാക്കന്മാരും താനുമായുള്ള ഫോട്ടോകൾ കാണിച്ചതെന്നും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ പറഞ്ഞു. നിഷ ദിലീപ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിഷ, എന്തായാലും EP വിവാദത്തിൽ വീണ്ടും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് തന്നെ ആവർത്തിക്കുകയാണ്. EP ജയരാജനുമായുള്ള കൂടിക്കാഴ്ച നടന്നത് തന്നെയാണ്, 3 തവണ കണ്ടിരുന്നു. ഇനി രാമനിലയത്തിൽ EPയെ കണ്ടത് EPയുടെ താല്പര്യപ്രകാരം എന്നുകൂടിയാണ് ശോഭ പറഞ്ഞു വയ്ക്കുന്നത്. തീർച്ചയായും EPയെ കണ്ടു എന്നുള്ള കാര്യത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നു. അതായത് എത്ര തവണ അല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചാലും, പറഞ്ഞത് കള്ളമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചാലും, രാമനിലയത്തിൽ അടക്കം താൻ EPയുമായി 3 തവണ കൂടിക്കാഴ്ച നടത്തി എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ശോഭാ സുരേന്ദ്രൻ അല്പം മുമ്പ് ഹരിപ്പാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. 3 തവണ EP ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ EP ജയരാജനുമായി കൂടിക്കാഴ്ച നടത്താൻ രാമനിലയത്തിൽ ചെന്നപ്പോൾ അന്നവിടെ മന്ത്രി രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. രാധാകൃഷ്ണൻ പോലീസുകാരുമായി സംസാരിക്കുകയായിരുന്നു. താൻ രാധാകൃഷ്ണനെ വിഷ് ചെയ്ത് മുന്നോട്ട് പോയി എന്നും ശോഭാ സുരേന്ദ്രൻ തെളിവ് സഹിതം പറയുന്നുണ്ട്. എന്തായാലും ഈ കൂടിക്കാഴ്ച നടന്നു എന്നുള്ള കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ഫോട്ടോ ശോഭാ സുരേന്ദ്രന്റെ വാട്സപ്പിലേക്ക് ജയരാജന്റെ മകൻ മെസ്സേജ് അയച്ചു എന്നുള്ള ഒരു ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ജയരാജൻ ഇതുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രൻ ഫോട്ടോ അയച്ചു എന്നുള്ള തരത്തിൽ പ്രതികരണമൊക്കെ നടത്തുകയുണ്ടായി. പക്ഷേ അതിന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് താൻ ഫോട്ടോ അയച്ചിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. അതിന് കാരണം EP ജയരാജന്റെ മക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അദ്ദേഹം ഫോട്ടോ അയച്ചു തരാൻ തന്നോട് ആവശ്യപ്പെട്ടത്. തനിക്ക് BJPയുമായുള്ള ബന്ധം കൂടുതൽ വ്യക്തമാക്കി, മക്കൾക്ക് മുമ്പിൽ കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടിയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ഫോട്ടോ ആവശ്യപ്പെട്ടത്. താൻ ദേശീയ തലത്തിലുള്ള നേതാക്കന്മാർക്ക് ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളായിരുന്നു അയച്ചു കൊടുത്തതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ രാമനിലയത്തിൽ കണ്ടതടക്കം EP ജയരാജന്റെ താല്പര്യപ്രകാരം തന്നെയാണ് എന്നും ശോഭാ സുരേന്ദ്രൻ ഉറപ്പിച്ചു തന്നെ പറയുന്നുണ്ട്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അന്നത്തെ ലെഡ്ജർ പരിശോധിക്കാം, അതാണ് അതിനുള്ള തെളിവ് എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും EP ജയരാജനുമായി 3 തവണ കൂടിക്കാഴ്ച നടത്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. തെളിവുകൾ സഹിതം അത് ആർക്ക് വേണമെങ്കിലും കണ്ടുപിടിക്കാം എന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട്. പക്ഷേ ഈ തെളിവായിട്ടാണോ അന്ന് രാമനിലയത്തിൽ ഒരു മന്ത്രിയുടെ സാന്നിധ്യമുള്ളതായി ശോഭ ഈ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയത്? തീർച്ചയായും അന്ന് പറഞ്ഞ മന്ത്രി ഈ രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണൻ ആ സമയത്ത് അവിടെ വന്നു. അത് EP ജയരാജനും ആയി അറിഞ്ഞുകൊണ്ടാണ് എന്ന് ഉള്ള കാര്യം അവർ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ രാധാകൃഷ്ണനെ അന്ന് രാമനിലയത്തിൽ വെച്ച് കണ്ടിരുന്നു എന്നുള്ള കാര്യം ഇന്ന് അല്പസമയം മുമ്പ് അവർ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. രാധാകൃഷ്ണൻ അവിടെ വന്നു, താനുമായി വിഷ് ചെയ്ത ശേഷം മന്ത്രി കടന്നുപോയി എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. ആർക്കെങ്കിലും ഈ കാര്യത്തിൽ എന്തെങ്കിലും തെളിവുകൾ വേണമെങ്കിൽ അവിടെ വന്ന ആളുകളുടെ വിവരങ്ങളൊക്കെ ലെഡ്ജറിൽ അടയാളപ്പെടുത്തുമല്ലോ, ആ ലെഡ്ജർ പരിശോധിക്കാം എന്നും അവർ വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും ഈ ഒരു കൂടിക്കാഴ്ചയിൽ BJPയിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് വന്നത് EP ജയരാജൻ തന്നെയാണ് എന്നുള്ള പരാമർശത്തിലും ശോഭാ സുരേന്ദ്രൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. ദേശീയ തലത്തിലുള്ള നേതാക്കന്മാർ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് EPയുമായുള്ള ഈ ഒരു കൂടിക്കാഴ്ച വളരെ കോൺഫിഡൻഷ്യലായി വെച്ചതെന്നും അവർ പറയുന്നുണ്ട്.